എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്നൊന്നും കേരള ബജറ്റിനെ കളിയാക്കാൻ പറ്റില്ല. പ്രശ്നം അതല്ല. 3 മാസം മാത്രം ആയുസ് ബാക്കിയുള്ള ഒരു സർക്കാരിൻ്റെതാണ് 3 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം. മന്ത്രി KN ബാലഗോപാൽ അത്രയും സമയമെടുത്ത് വായിച്ചു തീർത്തത് ഒരു 5 കൊല്ലമെങ്കിലും വേണ്ടിവരുന്ന പ്രോജക്റ്റുകളാണ്. അത് വെറുതെ അല്ല. ഇടതുമുന്നണിക്ക് ഒരു 3-ാം ഊഴം കിട്ടിയാൽ ഇതൊക്കെ നടപ്പാക്കുമെന്ന വാഗ്ദാനമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ബജറ്റ് മുൻനിർത്തി ജനം വോട്ട് ചെയ്യണം എന്നാണ് അഭ്യർത്ഥന. ഒരു ജനവിഭാഗത്തെയും വിട്ടുപോകാതിരിക്കാൻ കഴിവതും ശ്രദ്ധിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെയും അംഗൻവാടിക്കാരെയും പെൻഷൻകാരെയും എല്ലാം സന്തോഷിപ്പിച്ചു. മഞ്ഞക്കുറ്റികളുടെ കഥ എന്തായാലും കേരയിൽ വരും കേട്ടോ എന്ന നിലപാട് ആവർത്തിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള RRTS എന്ന അതിവേഗ പാതയും MC റോഡ് വികസനവുമെല്ലാം LDF വീണ്ടും വന്നാൽ നടപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. വയോജനങ്ങൾക്ക് മുതൽ ജൻസിക്ക് വേണ്ടിയുള്ള വർക്ക് നിയർ ഹോം പദ്ധതി വരെ ഒരു കൂട്ടം സുന്ദര സ്വപ്നങ്ങൾ. മതവും സമുദായവും നോക്കി പ്രീണന പദ്ധതികൾ. മറുവശത്ത് മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദരിദ്രമായ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു. കേരളം വലിയ കടബാധ്യതയിലാണ്. വിലക്കയറ്റത്തിൽ കേരളം 1-ാം സ്ഥാനത്ത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി വിഹിതത്തിൽ ഇതുവരെ ചെലവഴിക്കാൻ പറ്റിയത് 38% മാത്രം. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റിയ രാഷ്ട്രീയ രേഖ മാത്രമായ ഈ ബജറ്റിനെ ആര് വിശ്വസിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു കാര്യം വ്യക്തമാണ്, വീണ്ടും അധികാരത്തിൽ വന്നാലല്ലാതെ ഈ ബജറ്റിലെ കാതലായ ഒറ്റ പദ്ധതിയും നടപ്പാക്കാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നത് വിവിധ ജനവിഭാഗങ്ങൾക്കായി പ്രഖ്യാപിച്ച ചില ആയിരങ്ങൾ എടുത്തു വീശാം. ബാക്കിയുള്ളതൊക്കെ അടുത്ത സർക്കാരിന്റെ തലയിലാണ്. പദ്ധതി നടപ്പാക്കാനുള്ള പണസ്രോതസ്സും അവർ കണ്ടെത്താം. ഉള്ളത് പറഞ്ഞാൽ സ്വന്തം കാലാവധിക്ക് അപ്പുറത്തേക്കുള്ളതൊന്നും വാഗ്ദാനം ചെയ്യാതിരിക്കുകയാണ് ശരിയായ കീഴ്വഴക്കം. ഇതിനെല്ലാം ഇടയിൽ ഒന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കി കിടക്കുന്നു എന്ന് അധികാരത്തിന്റെ 10-ാം വാർഷിക വേളയിൽ സർക്കാർ തിരിച്ചറിയുന്നത് ചെറിയ കാര്യമല്ല.